ഹായ്, ഇന്ന് നമുക്ക് തനി നാടൻ രീതിയിലുള്ളൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാവേ. അതിനായിട്ട് ഞാനൊരു 3/4 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതിനാവശ്യമായ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാവേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ, ടീസ്പൂണല്ല അതിൻ്റെ വലുത്, എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കണം. കാരണം ഈ ഇട്ട പൊടികളെല്ലാം ബീഫിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ചേരുന്നത് പോലെ കൈ കൊണ്ട് ഇളക്കി. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു വയ്ക്കുന്നില്ല, അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. ഇപ്പം ഒരു 8-10 വിസിലൊക്കെ അടിച്ച് നിർത്തി എയറെല്ലാം പോയിരിക്കുകയാണ്. വെന്തോന്ന് നമുക്ക് നോക്കാവേ. ഇതിപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി നീളത്തിലരിഞ്ഞും വെളുത്തുള്ളി ഇഞ്ചും ചതച്ചും എടുക്കാവേ. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുവാണേ. ഇതൊന്ന് ഇളക്കിയ ശേഷം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. അതും ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടിയും അതിൻ്റെ ചാറും ഒന്നും ഒട്ടും കളയാതെ വടിച്ചൊഴിച്ചിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം ഒരു 3/4 ഭാഗം റോസ്റ്റായി വന്നിട്ടുണ്ട്. അന്നേരത്തേക്കിന് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറാണ്, പക്ഷേ ഇതിനകത്തൊരു ബ്രൗൺ കളറായിട്ടാണ് തോന്നുന്നത്. കണ്ടോ, ഇച്ചിരി കൂടെ മാറ്റി പിടിച്ച് കാണിക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ നാടൻ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.